ഹായ്, അല്ലാണ്ട് സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഫ്രാൻസിലേക്ക് ട്രിപ്പ് കേട്ടോ. അതായത് ഒരു 1500 കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ പോകാൻ വേണ്ടി. ഇതിനകത്തുനിന്ന് എന്താ കുക്കിംഗ് എന്നുള്ള കമൻ്റൊക്കെ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിദേശ രാജ്യങ്ങളായി കഴിഞ്ഞാൽ പല ക്ലൈമറ്റാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും മിക്ക ആളുകളും വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് ഫുഡും പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. പുറത്തിറങ്ങി എന്താ ഉണ്ടാക്കി കൂടെടാ എന്നൊന്നും ചോദിച്ചേക്കരുത്. ആ കമൻറ്റ് നിരോധിച്ചേട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. വണ്ടിക്കകത്തിരുന്നുണ്ടാക്കും, ഇതിനകത്തു നിന്ന് തന്നെ പരമാവധി കഴിക്കും. നമ്മൾ ആർക്കും ശല്യത്തിന് പോകില്ല കേട്ടോ. നമ്മൾ ഒരാൾക്കും ശല്യത്തിന് പോകില്ല. നമ്മളെ വണ്ടിയിലിരുന്ന് ഉണ്ടാക്കും, ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കും. എന്നാൽ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മെല്ലുള്ള സാധനം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ചില ആളുകൾ ഉണ്ടാക്കുന്നുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി മറ്റൊരു രാജ്യത്ത് പോയി നമ്മൾ അവർക്ക് ത്രെട്ടാവാതെ അവർക്കൊരു മോശമാകാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പൈസ ഉണ്ടാക്കാൻ വരുന്നു, നമ്മളിവിടെ നിന്ന് പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക, അത്രയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് നീ എന്താടാ അങ്ങനെ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകാൻ നിൽക്കരുത്, അത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലെ കുക്കുമ്പർ, നമ്മുടെ നാട്ടിലല്ല എല്ലായിടത്തും കുക്കുമ്പർ, തക്കാളി, ഉള്ളി കേട്ടോ, ഇത് അരിഞ്ഞതിൻ്റെ ബാക്കി, ഇത് ബർഗർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഇതാണ് കേട്ടോ, ബന്ന് ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. സാധനമൊക്കെ സെറ്റാണ്. ഇന്ന് പോയപ്പോൾ തോർത്താശാനം എടുക്കാൻ മറന്നു കേട്ടോ. കുളിക്കാൻ പോയപ്പോൾ ബസ് ഇട്ട തുണി വെച്ചിട്ട് തോർത്ത് പോയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ എവിടെ പോയാലും ജീവിക്കും. കാട്ടിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയും ജീവിക്കും നമ്മൾ. ഞാനിപ്പോൾ ഇത് ബേസിൽ പോയിട്ട് വരുന്ന ട്രിപ്പാണ് കേട്ടോ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഫുൾ സെറ്റാണ്. അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലാവിഷാണ് ഇപ്പം. അതായത് വൈകുന്നേരങ്ങളിലും ചിലപ്പോൾ രാവിലെകളിലും ബർഗറായിരിക്കും അടിക്കൽ. ഇത് തീരുന്നൊരു സമയം വരും കേട്ടോ. ഒരു 10-15 അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ തീർന്ന് ഏകദേശം സൈഡാവും. ഇവിടുത്തെ സാധനമൊക്കെ അത്യാവശ്യം ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സൈസ് സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് വെക്കുന്ന ബർഗറിൻ്റെ മറ്റേ ഇറച്ചീൻ്റെ സാധനം ഉണ്ടല്ലോ, അതിന് കുറച്ച് ഡേറ്റ് കുറവാണ്. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്കത് സെറ്റാക്കി വെക്കാം, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ മേലെ ഒരു ചപ്പാത്തി ഇരിപ്പുണ്ട് കേട്ടോ, അതെടുത്ത് തന്നെ തീറ്റ. നമുക്ക് അങ്ങനെ പ്രത്യേകത അലങ്കരിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. കിട്ടുന്നിടത്ത് വെച്ച് പയറ്റാന്ന്. ഇപ്പം നാളെ ഇപ്പോൾ പഴങ്കഞ്ഞ് കിട്ടിയാലും നമ്മൾ ജീവിക്കും, അങ്ങനത്തെ ആളാണ് നമ്മൾ പട്ടിണി കിടന്നിട്ടില്ല എന്നല്ല, നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട് കേട്ടോ. ഇത് പൊതിഞ്ഞ് പിടിക്കുക, ഇല്ല പിന്നെ അയിലെല്ലാം ചാടിപ്പോകും കേട്ടോ. അതിനുവേണ്ടി ഈ പൊതിഞ്ഞ് പിടിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഉണ്ടാക്കിയത് തോന്നുന്നു അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം ആരുണ്ടാക്കിയാലും അടിപൊളിയായിരിക്കും, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരും ഇല്ലല്ലോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടാ അടിപൊളിയല്ലേ അവിടെ, സെറ്റല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും വിഷയമില്ല, നമുക്ക് അടിപൊളിയാണ്. നമുക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും ജീവിച്ചോളും. കാട്ടിൽ കൊണ്ടിട്ടാൽ കാട്ടിൽ ജീവിക്കും, മരുഭൂമി കൊണ്ടിട്ടാൽ അവിടെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നോക്കും. ഇപ്പം തണുപ്പത്തല്ലേ ഇപ്പം, അവർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ പ്രശ്നമില്ല. ഇതിനേക്കാളും തണുപ്പുണ്ടായിരുന്നു ഇതിന് മുന്നേ. അതൊക്കെ അത് ജീവിച്ച് നമ്മളിവിടെ വരെ എത്തി. ഇവിടെയൊക്കെ ചൂട് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇറ്റലി അല്ലേ ഉള്ളത്, ഇറ്റലി അത്യാവശ്യം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടീൻ്റെ വെഹിക്കിൽ ഒരുത്തം കൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനപ്പുറത്തും വണ്ടിയുണ്ട്. ഇങ്ങനെയൊക്കെ വണ്ടി വെക്കും, അതിനൊന്നും കുറച്ച് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുന്നതൊന്നും. ഇവിടെ ഒരുത്തം കൊണ്ട് വണ്ടി വെച്ചു. രാവിലെ പല്ലുവെപ്പാണ് കേട്ടോ, പല്ലുവെപ്പ്. ഇപ്പോൾ ഒരു 800 കിലോമീറ്ററിനുള്ളിൽ ഓടണം. 10 മണിക്കൂർ കൂട്ടി കണ്ടിന്യൂസ് എടുക്കണം. അവിടെ ഹീറ്ററിൻ്റെ ഇത് വരുന്നത് കേട്ടോ, അതവിടെ കപ്പ് പല്ല് വെച്ച് മോൻ കഴുകാൻ വേണ്ടി കേട്ടോ. ഇവിടെ ആയിരുന്നു ബാത്റൂം വരുന്നത് കേട്ടോ. പക്ഷെ അത് ഇന്ന് തുറന്നിട്ടില്ല രാവിലെ. ഇത് പാർക്കിങ്ങിലാണ് കേട്ടോ, വലിയ പാർക്കിംഗ് ആട്ട്. പിന്നെ ഇപ്പം ബാത്റൂമിൽ പോകും പരിപാടിയൊന്നും ഇന്ന് നടക്കൂല. ഇതേ ഒരുത്തം കൊണ്ട് ഇട്ടിട്ട് രാവിലെ സമയമില്ലാണ്ട് ഇട്ടിട്ട് കേട്ടോ. ഇങ്ങനെ ഇടാൻ പാടില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഇടാൻ പാടില്ല. ഇന്നത്തെ ബാത്റൂമിൽ പോകും പരിപാടിയൊക്കെ ഏകദേശം പാളി കേട്ടോ. ഇന്നവിടെ തുറന്നിട്ടില്ല, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. വലിയ പമ്പാണ്, പക്ഷെ എന്നാ അറിയത്തില്ല. ഇനിയിപ്പം എന്തെങ്കിലും വേറെ പമ്പ് തപ്പണം ഇനി പോന്ന് നോക്കില്ലേ. ഇപ്പം ചായ വെച്ചിട്ടുണ്ട്. ചായ കുറച്ച് വെള്ളം രാവിലെ തന്നെ മറിച്ച് വെക്കുന്ന സമയത്ത് അത് കുറച്ച് വെള്ളം പറഞ്ഞു പോയി. വെള്ളമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. കപ്പ് അല്ല മേലെ കയറണം. അത് കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടി നോക്കണം കേട്ടോ. രാവിലെ ഒന്ന് വണ്ടി ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടി കേട്ടോ. ഇത് അടിച്ചടിച്ചടിച്ച് ഇതിൻ്റെ കുളമായിട്ടല്ല, അതൊരു ചീവട് പോലത്തെ എന്തോ സാധനം, അതേ വന്ന് അടിക്കുന്ന മൊത്തം. ഈ പ്രാണി ഇങ്ങനെ വണ്ടിയിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കൽ ചെറിയ ചടങ്ങുള്ള കേസാണ്. അതായത് വൃത്തിയാക്കി ഉരച്ചാലും പോകില്ല കേട്ടോ.
അങ്ങനെയൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മൾ വലിയ വെള്ളം കൊണ്ടുള്ള കഴുക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഇവിടെ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നല്ല തണുപ്പായിരിക്കും. അപ്പം വെള്ളത്തിൽ കൈമുക്കി കുറച്ച് നേരം നമ്മളിതിങ്ങനെ വണ്ടി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട് വരും കേട്ടോ. അതായത് മറ്റേ കൈയെല്ലാം ഏകദേശം ഒരു ഐസായ പോലെ ആവും. ഏകദേശം വൃത്തിയായിട്ടുണ്ട്, ഏകദേശം സെറ്റായി. അതുകൊണ്ട് ഇങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൈയെല്ലാം ഐസായി പോകും കേട്ടോ. കൈയെല്ലാം ഐസാവും. അതായത് വെള്ളത്തിൽ തണുപ്പത്ത് വെള്ളത്തിൽ കൊണ്ട് കൈ മുക്കി നമ്മളെടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയെല്ലാം ഐസായി പോകും കേട്ടോ. അങ്ങനെ തണുപ്പ് കാരണം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ പോകാനുള്ള പരിപാടിയാണ്. എല്ലാം സെറ്റാക്കി ക്യാമറേൻ്റെ ആട്ടാ. ഇത് ടോം ഇതിന് സെറ്റാക്കണം. ഇത് ബിഗിനിങ് കൺട്രി അടിക്കണം. വലിയ പണിയൊന്നുമില്ല. ഇതടിച്ചാൽ കാർഡ് സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കാർഡ് സ്റ്റാർട്ടാവില്ല, വയലേഷനാവും. അത് കഴിഞ്ഞിട്ട് അതർ വർക്ക് ഒരു 5 മിനിറ്റോ ഇല്ലെങ്കിൽ 15 മിനിറ്റോ ഒക്കെ ഇടും. ഞാൻ ഇന്ന് 5 മിനിറ്റോ ഇടുള്ളൂ. റോഡ് കാർഡ് സ്റ്റാർട്ടാവണോ അല്ലയോ എന്ന്. ഇത് കമ്പനീൻ്റെ സാധനമാണിത്. യെസ് എല്ലാം എസ് അടിച്ചോളൂ. പിന്നെ ഡീസലിൻ്റെ എല്ലാം കണക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കണം. ഇപ്പം അങ്ങനത്തെ ചെറിയതുണ്ട് കണ്ടോ. ഡീസൽ എത്രയുണ്ട്, ആഡ്ബിൾ എത്രയുണ്ട്, എല്ലാം ഇതിൽ അടിച്ചു കൊടുക്കണം. റീമാർക്ക് ചോദിക്കുന്നത് വല്ല അടിച്ചുകൊണ്ട് പോയോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതില്ല. ശരിക്കും ചാലുമായി. ഇത് വലിയ കാര്യമൊന്നുമില്ല, ഒരു കൂടായിപ്പം ഇങ്ങനെ കൊണ്ട് അടുപ്പിച്ചാണ് ഇടുന്നത് കേട്ടോ വണ്ടി. അത് നമ്മുടെ കൂടെ ഉള്ള ഒരുത്തനുണ്ടായിരുന്നു നമ്മുടെ സൈഡിലിട്ട്. അവൻ നമ്മുടെ സൈഡിലിട്ടല്ല, അവൻ ട്രാക്കിലിട്ട് നമ്മൾ ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടു. അപ്പം അവനും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടാലൊന്നും വിഷയമൊന്നുമില്ല, നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഇതിലും കഷ്ടത്തിലാണ് കൊണ്ടിട്ട്. ഇതൊക്കെ ഒരു വണ്ടി അടിപൊളിയായിട്ട് പാസ്സാവും. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ കൊണ്ടിട്ട് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി കറക്റ്റായിട്ട് പോലും പാസ്സാവില്ല. എന്നിട്ട് വരെ ആരും നമ്മളെ ഉപദ്രവിച്ചോ ശല്യപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല കേട്ടോ. അതായത് വണ്ടി നിർത്തിയിട്ട് പോകുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടിട്ട വണ്ടി. എന്താ പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് നോക്കി. ഇവിടെയൊക്കെ ഇന്നലെ സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടിട്ടിട്ടില്ല. ഇത് ബസ്സിൻ്റെ സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടിടാണ്ടിരുന്നത്. ഇന്നലെ സ്ഥലം ഞാൻ ആദ്യം കണ്ടായിരുന്നു. ആര വരച്ചിട്ടിട്ടുണ്ടോ ഇതിൽ, അത് നോക്കി പോവാം. ഇതാ അവനെല്ലാം സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയതാ. അവനും പോകും. അപ്പം ഹോം കറക്റ്റാണ് കേട്ടോ. കറക്റ്റായിട്ട് വാങ്ങിച്ചത് ഇതുണ്ടോ. ഇത് കിടന്ന് കറങ്ങിക്കളി തുടങ്ങി. A1 64 കിലോമീറ്റർ ഒറ്റ റോഡ്. ഈ റോഡിൽ സ്പീഡ് കൂടുതലുണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, അവിടെ 90 60. ഈ ട്രാക്ക് 60 എന്നൊക്കെ കാണിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ 90 പോകാം കേട്ടോ. ഈ റോഡിൽ 90 സ്പീഡ്. നമ്മൾ പരിപാടി തുടങ്ങി 55 ചേട്ടാ. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വണ്ടി പോവുക. സമയം ഇപ്പോൾ 6:30 ആയി കേട്ടോ. നേരം വെളുത്തിട്ടില്ല ഇവിടെ. സമയം ഇപ്പോൾ രാവിലെ 7 മണിയായി കേട്ടോ. നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 1 മണിക്കൂറിൻ്റെ മാറ്റമാണെന്ന് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേ കണ്ടീഷനിൽ നേരം വെളുത്ത് വരുന്നതാണ്. മഞ്ഞ വീണ് കിടക്കുന്ന ഇവിടെ കേട്ടോ. ഇറ്റലി ഇപ്പോൾ ഏകദേശം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ. ബോർഡറായി ഫ്രാൻസിൻ്റെ കേട്ടോ. ഫ്രാൻസ് ബോർഡറിലേക്കായി കയറാൻ പോകുന്നത്. ഇവിടേക്ക് എത്തിയത് അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പുറത്തെ സൈഡ് മഞ്ഞെല്ലാം വീണ് കിടപ്പുണ്ട്. ഇറ്റലിക്ക് കയറുമ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പം ഇറ്റലി ഇറങ്ങുന്ന സമയത്തും മഞ്ഞ് വീണ് കിടക്കുന്ന കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കയറിയ സ്ഥലത്ത് കൂടെ അല്ല, ഇറങ്ങുന്ന വേറൊരു വഴിക്ക് കൂടെയാണ്. ഇപ്പം ഇറ്റലി മാത്രമേ ചൂട് കണ്ടമാനം ഉള്ളൂ എന്ന് തോന്നും. അല്ല കേട്ടാ, സ്പെയിന് ഫ്രാൻസ് ഒക്കെ ചൂടുള്ള സ്ഥലമാണ്. ഇതാണ്ട് ഈ മലയൊക്കെ കണ്ട മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇല്ല കേട്ടാ, അതിനിപ്പുറത്തും ഉണ്ട് മഞ്ഞ് വീണ് കിടപ്പുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ ഇറ്റലി ഏകദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ വെയിൽ അവിടുന്ന് ഭയങ്കര ഗ്ലാസ്സിലടിച്ച് കണ്ണിലടിക്കുന്നു കണ്ടവാനും വെയിൽ. ഇപ്പം മാറി അടിപൊളി. നേരത്തെ അങ്ങനെ ആവുമായിരുന്നു. അപ്പം അപ്പുറത്തുനിന്ന് പരിപാടി തുടങ്ങി കേട്ടാ. തുരങ്കവും സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഇറ്റലിയിൽ. ഇറങ്ങാൻ നേരം മലയായതുകൊണ്ടാണ്. മലയാകുമ്പം തുരങ്കുക.
ഇതേക്കൂട്ട് റോഡൊക്കെ നമ്മുടെ നാട്ടിലും വേണം കേട്ടോ. അടിപൊളിയായിരിക്കും. എനിക്ക് വണ്ടി ഓടിക്കയറുന്ന അറിയില്ല. കാരണം എല്ലാവരും ഫുൾ ടൈം 85 കിലോമീറ്റർ സ്പീഡിലല്ലേ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ആശപ്പുറമിട്ട് ഓടിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ടോട്ടൽ ഒന്ന് കണക്കൂട്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ 1 മണിക്കൂറിൽ 40 കിലോമീറ്ററിലേ വണ്ടി ഓടുള്ളൂ കേട്ടോ. നാശപ്പറമ്പിൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണേലും ഈ 85 കിലോമീറ്റർ പോകുന്ന വണ്ടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ എങ്ങനെ കളിച്ചാലും 80 കിലോമീറ്റർ സ്പീഡിൽ മിനിമം ഉണ്ട് കേട്ടോ. വണ്ടി ഓടി കയറും. അതാണ് ഇവിടുത്തെ മാറ്റം. നമ്മുടെ നാട്ടിലും അതേപോലെ നല്ല ലെവൽ റോഡുകൾ, കയറ്റം ഇറക്കമൊക്കെ പരമാവധി കുറച്ച് റോഡുകളും കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. എന്നാലേ നമ്മൾ നാട് വികസനം വരുള്ളൂ. വികസനം വരിക എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ. ട്രാൻസ്പോർട്ടേഷൻ എത്ര പെട്ടെന്ന് നടക്കുന്നോ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കമ്പനികളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടുകളിലേക്ക് വരും. എത്ര സ്ലോ ആവുന്നോ അത്രത്തോളം നമ്മുടെ രാജ്യങ്ങളും സ്ലോ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അത്രയും സ്പീഡാക്കി വിടുന്നതുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ടീക്കായിട്ട് സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ചതഞ്ഞെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഒരു രാജ്യം തന്നെ കീഴ്പോട്ട് പോകും. ടോളാണ്. ടോൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങാനായോണ്ടേ ഇതാണ് കേട്ടോ ഇറ്റലി ടോള്. പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. കുഞ്ഞ സ്ഥലം, കറക്റ്റ് ഒരു വണ്ടി കയറി പോകുക അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. മുട്ടിയില്ല എന്ന് പറഞ്ഞോളെ. ജർമ്മനി ഒന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ജർമ്മനിയൊക്കെ അടിപൊളിയാണ്. ജർമ്മനി നേരെ പോവുക, ഒരു ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് കയറി പോവുക, അത്ര തന്നെ. ഇതേപോലെ ഇല്ല, ടോളിൻ്റെ പരിപാടി ഇല്ല ജർമ്മനിയിൽ. അവനെല്ലാം പെരുത്തുണ്ടോ ചങ്ങല എങ്ങനെ പോകുന്നു. നമ്മളിവിടെ ചതഞ്ഞെന്ന് പോകുമ്പോൾ അവനൊക്കെ വെടിയും പോകുകയാണ്. ഫ്രാൻസ് ഉണ്ട്. ഇറ്റലിക്കാരൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ പൊതുവെ. ഫ്രാൻസ് ഇവിടെ അടുത്തുള്ള ടീം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഫ്രാൻസിൽ ഇതൊക്കെ തന്നെ അവസ്ഥ കേട്ടാ. ടോളിൻ്റെ ദുരന്തമാണ്. ക്രൂസ് കൺട്രോൾ ആണ്. ഏതാ സൂസ നല്ല കേട്ട് പരിചയമുള്ളൊരു പേര്. എന്താ ഒരു വലിയ മല, അതിന്റെ മണ്ടൊക്കെ ഉണ്ട് ഒരു ബിൽഡിംഗ് ആക്കി വെച്ചിട്ട്. ഇതെന്താ പരിപാടി അമ്മമാര്, ഇതൊക്കെ സാധനം അങ്ങനെ കയറ്റുന്നു ഇതിന്റെ മണ്ടക്കൊക്കെ. അപ്പുറത്തൊക്കെ മഞ്ഞ. ഇപ്പൊ ഏകദേശം നമ്മള് ഇറ്റലി ഇറങ്ങാനായി, ഫ്രാൻസ് കയറാനായി കേട്ടാ. കമ്പനി ലൊക്കേഷൻ തന്നിട്ടാ. ഇവിടുന്ന് ഇറ്റലിയിൽ നിന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് SOS ആട്ടോ. SOS സൈഡാക്കിയിട്ടുള്ളൂ ഇപ്പോൾ. ഇതെന്താ സാധനം? ഇതെന്തോ ഒരു സംഭവം കേട്ടോ. ഫോണിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഒരു SOS നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഡീസൽ അടിക്കണം, പമ്പിൽ പോയിട്ട് കേട്ടോ. ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഫ്രാൻസിൽ കുറച്ച് പൈസ കൂടുതലാണ് ഡീസലിന്. അപ്പം അവിടെ പോയി ഡീസൽ അടിക്കാനുള്ള പരിപാടി കേട്ടോ. ഇറ്റലിയിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ ഫ്രാൻസ് കയറുക. ഫ്രാൻസിൽ പൈസ കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് പിന്നീട് പറയുന്ന ഡീസൽ പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കമ്പനി പറയും 150 ലിറ്റർ 200 ലിറ്റർ എന്നൊക്കെ പറയും. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല, അങ്ങനെ പറയും. അപ്പം അത് നമുക്ക് ഇതാക്കണ്ട. നമുക്ക് പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് പോകാം, അതായിരിക്കും നല്ലത് കേട്ടോ. ഇത് തെണ്ടിപ്പോവും ചിലപ്പോൾ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെടി കണ്ടോ കേട്ടോ. ഇതാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ സീസൺ ആയിക്കഴിഞ്ഞാൽ ഫുൾ ചെടിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ SOSലാണ് കിടക്കുന്നത്. SOSൽ അങ്ങനെ വണ്ടി ഇടുന്നതിനൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇറ്റലി ഭാഗങ്ങളിൽ പൊതുവെ ഇങ്ങനെ വണ്ടി ഇടാറൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. റോഡ് ഈ ലൈനിൻ്റെ അപ്പുറ സൈഡിൽ ഇടണം. വെളിയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് പിടിച്ചാൽ ഫൈൻ ഇട്ട് കിട്ടും കേട്ടോ. അടുത്ത GPS സൂസ പമ്പിൻ്റെ GPS അടിക്കുക പോവാട്ടോ. ഞാനും നേരത്തെ ഇങ്ങനെ ആലോചിച്ചാൽ നീ സൂസ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പിന്നീട് മനസ്സിലായ സൂസ പമ്പുണ്ടെന്ന്. അപ്പം ഇനിയിപ്പം ഡീസൽ അടിക്കാനുള്ള പരിപാടി. ഇത് നമ്മുടെ സൂസ പമ്പാണ് കേട്ടോ. നമ്മുടെ കമ്പനീൻ്റെ
പമ്പാണ്. പക്ഷെ ഇവിടെ ഫുള്ള് വണ്ടിയാട്ടോ, ലൈൻ കിടക്കുക. ഡീസൽ അടിക്കാൻ വേണ്ടി കണ്ട എത്ര വണ്ടി കിടക്കുന്ന. ഓ, ആ പടം ഒരു നോസിലേ ഉള്ളൂ എന്ന് തോന്നുന്നു, അറിയില്ല. ഭയങ്കര പാർക്കിംഗ് ഉണ്ടോ, കിടിലം പാർക്കിംഗ്. സേഫ്റ്റി പാർക്കിംഗ് ആണ്. വേണ്ട, കിട്ടില്ല സ്ഥലമാണ്. ഉണ്ടോ മലയിലും കണ്ടോ മഞ്ഞ് പെയ്ത് കിടക്കുന്ന കേട്ടോ. അത് ഏതാ ലുക്കല്ലേ സ്ഥലം, കിട്ടില്ല സ്ഥലം കേട്ടോ. ഇതൊരു പാർക്കിംഗ് ആണ്, കിൻഡിൽ പാർക്ക് ചെയ്താട്ടോ. വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാ സ്ഥലം, സ്ഥലം കിട്ടില്ല സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. 3-4 വണ്ടിയുണ്ട്. മണിക്കൂറുകളുടെ സമയം എടുക്കും കേട്ടോ ഇവിടുന്ന് പോകണമെങ്കിൽ. ഇനി ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ കിടന്നു കേട്ടോ. ഇപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി വെറുതെ ഒത്തിരി സമയം പോയി. ആദ്യം ആർട്ട് ബ്ലൂ അടിക്കണം, അതിന് ശേഷം ഡീസൽ അടി നടക്കുള്ളൂ കേട്ടോ. ഇതൊരു കാറെല്ലാം കൊണ്ടുവന്ന വണ്ടി. അതിൻ്റെ പ്ലാറ്റ്ഫോം കണ്ടായിരിക്കുന്നത് എത്ര താഴെയാണ്. കൂടിപ്പോൾ ഒരു 15 ഇഞ്ചിൻ്റെ ഹൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വിടാൻ പോവാം കേട്ടോ. നമ്മളിവിടെ സൂസ പമ്പിലാണ് പാർക്ക് ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വിടാൻ പോവാം. 11 കിലോമീറ്ററുള്ളൊരു ടണലിൻ്റെ അടുത്തോട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ, ഫ്രജസ് ടണൽ. ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്, ഫ്രാൻസിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ ആ ടണൽ. ഇതുവരെ ഞാൻ ഇതേ പോയിട്ടില്ല കേട്ടോ. ഞാൻ ആ പാടെ മറ്റേ പേടിച്ച് പറിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്കറിയാം ഇങ്ങനെ ഒരു ടണലുണ്ട്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടാ. നമ്മൾ ഇതാകുന്ന പോലെയൊന്നുമല്ല, നമ്മളവിടെ പോയി മുക്കറിടേണ്ട അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഷ്ടപ്പെടും. ഇത് ഇറ്റലീൻ്റെ ടണലാണ്. ഇപ്പോൾ കയറാൻ പോകുന്ന ഫ്രജസ് ടണലാണ് കേട്ടോ. അത് വലിയ ടണലാണ്. വലിയ ടണലല്ല, ഇതിനേക്കാളും വലിയ ടണലുകളുണ്ട്. മറ്റേ ഇറ്റലിയൊക്കെ 16.5 കിലോമീറ്റർ ഉള്ളതുണ്ട്. അതേപോലെ ഓസ്ട്രിയ ഉണ്ട്, സെയിം 16 കിലോമീറ്റർ തന്നെയുള്ള ടണൽ ഓസ്ട്രിയ ഉണ്ട് കേട്ടോ. ഓരോ പാലത്തിൻ്റെ എല്ലാം ഹൈറ്റ് കണ്ടോ, വലിയ ഫുൾ തുരങ്കമാണ് കേട്ടോ. തുരങ്കത്തിൻ്റെ ഏറുകളിയില് ഭയങ്കര ഹൈറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. മലേൻ്റെ മൂട്ടിലാണ് കൃഷി ചെയ്യുന്ന ആൾക്കാർ. ചെരുവിൽ വെള്ളച്ചാട്ടം, അടിപൊളി കേട്ടോ. ടണലിൻ്റെ കളിയാണ്. അതിൻ്റെ മേലെ കൂടെ റോഡ് പോകുന്നുണ്ട്. അടുത്ത ടണൽ കയറി വണ്ടിയൊക്കെ വലിക്കുന്നില്ല കേട്ടോ. കയറ്റാ നല്ല കയറ്റാ. ഇറ്റലിയിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരേ ടണലായിരിക്കും, കയ്യും കണക്കും ഉണ്ടാവില്ല. അതേപോലെ ടണലടിച്ചു പോകും. ഇതിപ്പോൾ ഒരു 6-7 കിലോമീറ്ററിൻ്റെ ടണലുകളെല്ലാം കഴിഞ്ഞ് കയറി വരുന്ന കേട്ടോ. ഉള്ള ടണലുകളുടെ ഏറുകളിയാണ്. എല്ലാം നെറ്റ്വർക്കെല്ലാം പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ അതിൻ്റെ GPS പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോൺ വിളിക്കുന്ന നെറ്റ് ഒരിക്കലും പോകില്ല കേട്ടോ. അത് പരമാവധി കിട്ടുന്നുണ്ട്, മാക്സിമം. കുഞ്ഞു ടണൽ. അവിടെ മഞ്ഞൊക്കെ അടുത്തടുത്ത് എത്തിയാട്ടാ. മഞ്ഞുമല ഉണ്ടോ, അവിടെ മാത്രം മഞ്ഞ്, ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഈ 2 സൈഡും മഞ്ഞില്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം ഇറ്റലി തീർന്നു കേട്ടോ, തീരാനായി. മഞ്ഞുമല ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ അവിടുന്ന് കണ്ടുകൊണ്ടിരുന്ന മഞ്ഞുമല ഇതാണ്. സ്നോ അടിച്ചിട്ട് മൊത്തം മണ്ടയൊക്കെ വെളുത്തിരിക്കുന്ന കേട്ടോ. നേരെ മുമ്പിൽ അടുത്തൊരെണ്ണം കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്നോ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഈ ഭാഗത്തേക്കില്ല കേട്ടോ. വീടുകൾ ഇവരെന്താ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരുന്നതാണ് ഇത് പാസ്സായി കയറി വരാൻ വേണ്ടി വണ്ടിയും കൊണ്ട്. നല്ല കയറ്റമാണ്, എന്നാലും ഫുള്ള് പാലവും ടണലും കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല. ഫുൾ പാലത്തിൻ്റെ മേലെയും ടണലിൻ്റെ മേലെയാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുണ്ട്, മണ്ണൊന്നും ഒരു ഗുണമില്ല. മല ആയിക്കോട്ടെ ഒരു രസമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ മലയൊക്കെ എന്ത് രസമാണ് കാണാൻ തന്നെ.
വെടിവെക്കുന്നുണ്ട് ആൾക്കാർ. കാലുവണ്ടി ആയിരിക്കും ചിലപ്പോൾ കേട്ടോ, അല്ല ഇങ്ങനെയൊന്നും കയറൂല വോൾവോ. വണ്ടി വലിയ കാര്യത്തിൽ നമ്മുടെ റെനോൾട്ടാണ് പുലിയെ. വോൾവോ ഒക്കെ വേഗം നിൽക്കും വണ്ടി വലിയൻ്റെ കാര്യത്തിൽ. ഗൾഫ് കൺട്രീസ് വെച്ച് നോക്കണ്ട, ഇവിടുത്തെ കാര്യം. ഇവിടെ വലിയ കൂടുതൽ നമ്മുടെ റെനോൾട്ടിനാണ്. ഇറ്റലി തന്നെ ഉള്ള കേട്ടോ. ഇറ്റലി ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ഇറ്റലി കൂടെ പോകുമ്പോൾ ഒരു ഇതേ ഉള്ളൂ, ഈ SOSൻ്റെ ഈ ചിഹ്നം നോക്കിയാൽ. പിന്നെ ഈ സൈഡിൽ SOS ഉണ്ടോയെന്ന് നോക്കിയാൽ അത് ഇറ്റലിയാ. ഇറ്റലിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, കോണമുണ്ട്. ഇതാ SOS. മലയിലാണ് കണ്ടോ, ലുക്കില്ല. എന്നാലും ഇവർ കൃഷീൻ്റെ കാര്യത്തിൽ ബാക്കോട്ടൊന്നും അല്ല കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യും. സൈഡെല്ലാം കണ്ട കെട്ടിയൊക്കെ വെച്ചിട്ട് എന്ത് രസത്തിലാ. നമ്മുടെ നാട്ടിൽ ഒരു ടണൽ അടിക്കുമ്പോഴത്തേക്ക് അത് അത്ഭുതമായിട്ട് കാണുന്നു. ഇവിടെ ടണൽ കൊണ്ട് ഏറുകളി കളിക്കുന്ന ഇവർക്കൊരു അത്ഭുതമില്ല കേട്ടോ. പഴയ ജാമോൻ്റെ കാലത്തെ ടണൽ വരെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാനിപ്പം വന്നുകൊണ്ടിരുന്ന അതേ കൂട്ട് ടണലിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു, പഴയ ടണൽ. അപ്പം ഇങ്ങനെ വെള്ളമെല്ലാം ലീക്കാകുന്നുണ്ട്. ഇതാണ് മറ്റേ എത്താനായ ടണലിൻ്റെ. നമ്മളിവിടെ എത്തി കേട്ടോ, ഈ ടണലിലെത്തി. എൻ്റെ ദൈവം, ആദ്യമെല്ലാം വരുന്നത് കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. ഇതാണ് ആ ടണലിൻ്റെ ചിഹ്നമെല്ലാം കണ്ടോ, വെറൈറ്റിയാ. ആയിട്ടില്ല, പഴയ ടണലാ. കുറച്ച് ആൾക്കാർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു കേട്ടോ. ഈ ടണൽ മാടയാണ്, കോടയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ക്യൂവിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് 1 ഗേറ്റ് 2 ഗേറ്റ് 3 ഗേറ്റ് അതൊക്കെ പോകുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് പോകണം, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവർമാരോട് പ്രത്യേകം പറഞ്ഞ് പേടിപ്പിച്ച് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. ഞാനും ഇതിനകത്ത് വരുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ് നെക്സ്റ്റ്. ഞാൻ അവിടെ വന്നിട്ട് ഫസ്റ്റ് ഗേറ്റ് വന്നിട്ട് ഒരു ട്രക്ക് പോകേണ്ട വലത്തെ ഗേറ്റിൽ കൂടെയാണ്. എന്നിട്ട് എനിക്ക് സംശയം കാരണം ഞാൻ വേറൊരു ട്രക്കാരൻ കയറ്റി വിട്ടു. ആ ട്രക്കിൻ്റെ ബേക്കിൽ പോയി കേട്ടോ. അവിടെ ഇരുന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ ഇതിലല്ല പറഞ്ഞത്, നേരെ ഓപ്പോസിറ്റ് ട്രാക്കാണ്, അവിടത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ച് വിട്ടു. പേടിച്ച് പാനിക്കായിട്ട് വന്നതിൻ്റെ പ്രശ്നമാണ്. ഇതാണ് കേട്ടോ ആ ടണല്. ഞാനോർത്ത് കുറച്ച് പുതിയ ടണലാന്നൊക്കെയാണ് വിചാരിച്ചേട്ടോ. ഇതൊരുമാതിരി പഴയ പാട്ട ടണലുള്ള. ഇനിയുണ്ട് കേട്ടോ, 8-9 കിലോമീറ്റർ കൂടി ഇനി ഓടാനുണ്ട്. ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത് ടണൽ. ഇതിനകത്ത് 70 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ കേട്ടോ. വലിയ കാണാനൊന്നുമില്ല, ഇതന്നെ ടണല്. ഇത് പഴയ ടണലാ കേട്ടോ, ഇത് പുതിയൊന്നുമല്ല, പഴയ ടണലാ. എല്ലാരും കുറെ പേര് പറഞ്ഞ് പേടിപ്പിച്ചു കേട്ടോ. സത്യം പറയാലോ, മനുഷ്യനെ ഇല്ലാത്ത പേടി മൊത്തം പേടിപ്പിച്ചു. അല്ലാണ്ട് ഇട്ട് പേടിപ്പിച്ചിട്ട് നമ്മളിവിടെ വന്ന് ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിട്ടാ വന്ന കേട്ടോ. ഉള്ള പറയാലോ. എന്നിട്ട് എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാ പോകേണ്ടത്. ഫസ്റ്റ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ വന്ന് എൻട്രി ആകുമ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു 3 ഗേറ്റ് ഉണ്ട്. അപ്പം ആദ്യം വെയിറ്റ് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്തോ വേറെന്തോ സെൻസറിങ്, അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് വരുന്ന ഒരു ഗേറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ ടണലിൻ്റെ കാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് വന്ന് പോലീസുകാർ ഇറങ്ങി വന്ന് നമ്മളെ പൂരെ തെറിയാണോ എന്താ അറിയത്തില്ല. അവൻ പറഞ്ഞു രണ്ടാമത്തേലേക്ക് പോകും, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത്തേലേക്ക് പോയി. ഒന്നും കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതാണ് ഫ്രജസ് ടണൽ കേട്ടോ. പറയുന്നതൊന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിൽ തന്നെ വലിയതും പേടിക്കാനൊന്നുമില്ല. വെറുതെ മനുഷ്യൻ പേടിച്ചു. ഈ പർവ്വത നിരേൻ്റെ അടിയിൽ കൂടെയുള്ള ടണലാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ അത് മോശക്കാരനല്ല, ചില്ലറക്കാരനല്ല ടണലൊക്കെ അടിപൊളിയാ. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ വരുമായിരുന്നെങ്കിൽ, നമ്മുടെ വയനാട്ടിലേക്കൊക്കെ വണ്ടി ഇപ്പം ടണൽ വഴിയും ഒക്കെ ആയിട്ട് കയറി പോകുന്നുണ്ടാവും. ഒന്നും വരൂല കേട്ടോ. കുറെ പൈസ എടുത്ത് കീശക്കകത്തോട്ട് ഇടാനുള്ള തിരക്കാണല്ലോ എല്ലാവർക്കും. നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ കേട്ടോ. കുറച്ച് മുക്കൽ കുറയ്ക്കുവാണെങ്കിൽ നമ്മളെ പോലൊക്കെ ഉള്ളവർ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള സംഭവം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കുറേ സംരംഭങ്ങളും വന്ന് കുറച്ച് ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടും സ്വർഗം കേട്ടോ. വിഷനില്ലാത്ത ആളുകൾ ഭരിക്കുന്നതുകൊണ്ടല്ലേ നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ ഇതേപോലെ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് ജോലി എടുക്കേണ്ട അവസരം വരുന്നത്. ഇവിടെ ജോലി എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇവിടെ നമുക്ക് അടിപൊളി സ്ഥലമാണ്, ഒരു വിഷയമില്ല.
അതെ, കുറച്ച് ആൾക്കാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചോട്ടെ. ഇതിനകത്ത് കയറുമ്പം ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കും, നമ്മുടെ ചെവിയൊക്കെ അടയും, ഭ്രാന്താവും എന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല കേട്ടോ, വെറുതെ പറഞ്ഞ. പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്ന ആളുകളൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഈ പറയുന്ന ഒന്നുമില്ല. ഇപ്പം ഏകദേശം ഞാനിപ്പം ഇനി ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇറങ്ങാൻ വേണ്ടി. വെറുതെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പില്ല കേട്ടാ, വെറുതെ. ഇറങ്ങാനുള്ളതല്ലേ, ഇറങ്ങി കേട്ടാ, സംഭവം കഴിഞ്ഞു. ഇതാണ് ഫ്രജസ്. അങ്ങനെ അത് പാസ്സായി. ആ വിറച്ച് വന്ന സംഭവം എല്ലാം കഴിഞ്ഞേട്ടാ. ഇപ്പം ഫ്രാൻസാണ്. ഇപ്പം നമ്മളെ കയറിയ പോലെ തന്നെ വലിയ ഇറക്കം കേട്ടാ. താഴോട്ട് നോക്കിയ വലിയ കുഴി, ഭീകര കുഴി കേട്ടാ. അത്യാവശ്യം നല്ല ഇറക്കമാണ്. വേണ്ട താവട്ടെ, കണ്ടോ വീടുകളൊക്കെ കണ്ടോ, എത്ര അടിയിലേക്ക് നിൽക്കുന്നത് കണ്ടോ. ഇപ്പം നമ്മൾ ഫ്രാൻസിൽ കയറി കേട്ടോ. ഫ്രാൻസിൽ കയറിയതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ എക്സിറ്റ് സ്ഥലത്ത് പച്ച കളറായിരിക്കും, പച്ച കളർ. ഇവിടുന്ന് അങ്ങോട്ട് എക്സിറ്റ് പോകുന്നതിൻ്റെ അടുത്ത് കണ്ടോ പച്ച കളർ. ഇതാണ് നമ്മൾ ഫ്രാൻസ് കയറിയതിൻ്റെ ഒരു ഉദാഹരണം. അടിപൊളി വെള്ളം കേട്ടോ. ഈ ഏതാ വെള്ളം, സൂപ്പർ കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഈ പർവ്വതത്തിന്റെ മേലേന്ന് വരുന്ന മഞ്ഞുതുള്ളി ഉരുകി വരുന്ന വെള്ളം കേട്ടോ. ഏതാ വെള്ളം, ഇതൊരു ഡാമാ കേട്ടോ. ഇതുണ്ടോ, ഒരു ഡാമാ സംഭവം. ഇവിടെ അടുത്ത ടണലിനകത്തോട്ട് കയറുന്നു. ഫ്രാൻസിലെ ടണലാണ്. ഉള്ള വണ്ടി ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിൽക്കാത്ത പോക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ എൻ്റെ കറക്റ്റ് 23,800 കണ്ടുണ്ട് ടണ്ണേജ്. നമ്മൾ ഈ ഫ്രാൻസിൽ കയറി കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അത്യാവശ്യം ലെവൽ റോഡുകളായിരിക്കും കേട്ടോ. വണ്ടി ഇങ്ങനെ ഒരു മയത്തിലങ്ങ് ഓടി കയറിക്കോളും വേണ്ടി, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫുള്ള് ഇതിൻ്റെ സൈഡിൽ കൂടെ പുഴയാന്ന് കേട്ടോ. വണ്ടി ഉണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ ഇറക്കത്തുനിന്ന് വരെ വണ്ടി പോകുന്ന പോക്കുണ്ട്. 87, 88 ഇങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം അതാ. ഇവിടുത്തെ ഒരു പമ്പായി വരാൻ പോകുന്നത്. ഇത് പശുവിൻ്റെ ഒക്കെ ഇതാണ് കേട്ടോ, ഫാമാന്ന് തോന്നുന്നത്. പശുവിൻ്റെ ഫാമാട്ടോ ഇത്. ഒരു വേലിയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നതിന്. ലയോൺ എന്ന് പറഞ്ഞിട്ടൊരു ടൗണിലേക്കാണ് പോകുന്നത്. ലയോൺ പല പേരുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെടാപ്പാട് വിടും കേട്ടോ. ടോം ഔട്ടർ റോഡ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ട്രാൻസിക്ക് കാണിക്കാറില്ല, പക്ഷെ ഇതിനകത്ത് ട്രാൻസിക്കും കറക്റ്റാണ് കേട്ടോ. ഔട്ടർ റോഡ് കാണിക്കുന്നുണ്ട്. സാധാരണ നേരെ അങ്ങ് വിടലാണ് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ. ഈ ലയോൺ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നേരെ അങ്ങ് വിടാറാണ് സാധാരണ രീതിയിൽ ഇങ്ങേര്. പക്ഷെ പുള്ളിയും ഔട്ടർ റോഡ് കാണിച്ചു തുടങ്ങി കേട്ടോ. അതായത് ലയോൺ ടൗണിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടാപ്പാട് ഓടും. ഭയങ്കര അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗണാണത്. അപ്പോൾ രണ്ടാളും ഔട്ടർ റോഡ് വിട്ടുന്നുണ്ട്, സമാധാനമുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഔട്ടർ റോഡ് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതുവരെ സൂം ഔട്ടാക്കി നോക്കും നമ്മൾ. കാരണം അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഏതെങ്കിലും ഒരു ടൗൺ ഏരിയ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പെട്ടുപോകും കേട്ടോ. അപ്പം വരാനിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചോ, ഇതാണ് പരിപാടി. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം കയറാൻ വേണ്ടി. ഇല്ലെങ്കിൽ ചില ടൗണിൻ്റെ ഉള്ളിൽ കയറും, കാറ് മാത്രം പോകുന്ന റോഡുകളായിരിക്കും. അങ്ങനെയുള്ള റോഡുകൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടാപ്പാട് വിടും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോലീസ് ഇറക്കി വിടും ചിലപ്പം. അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെയൊന്നും വലിയ നമുക്ക് പെടൽ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആദ്യം നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ചോറാണ് കേട്ടോ, ചോറിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കാം കേട്ടോ.
അപ്പോൾ ശരി.